കുറ്റം ചുമത്തി കേസെടുത്ത ഷിംജിത പിടിയിലായെന്ന സൂചനകൾ വരുന്നു. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ബസ്സിലെ ലൈംഗികാതിക്രമം എന്ന രീതിയിൽ ആരോപണ വിധേയനായി അത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കോഴിക്കോട് യുവാവായ ദീപക് ആത്മഹത്യയത്. ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലടക്കം പ്രചരിപ്പിച്ച എല്ലാവർക്കും നമസ്കാരം. ഷിംജിത എന്ന് പറയുന്ന അപരാധി മോളെ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനത്തെ ഒരു ന്യൂസാണ് ഇപ്പോൾ 24-ൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പുന്നാര മോളെ തൂക്കി ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് കുറെ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ന്യൂസ് വന്നതിന് ശേഷം വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഈ ന്യൂസിൽ പറയുന്നത് തൊട്ടടുത്ത് അവളുടെ നാട്ടിൽ തന്നെ ബന്ധു വീട്ടിലെന്നാണ് പിടിച്ചതെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് കുറെ ആൾക്കാർ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദുബായിലാണ് ഇവള്, മാംഗ്ലൂരിലാണ് ഇവള്, ബഹ്റിനിലാണ് ഇവള്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിനെ വഴിതിരിക്കാൻ വേണ്ടിയിട്ട് ഇവള് നാട് വിട്ടുപോയി എന്ന് പോലീസുകാരെയും അന്വേഷിക്കുന്ന മറ്റുള്ള ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ കൂടെയുള്ള കൂട്ടാളികൾ തന്നെ പല വിധത്തിലുള്ള ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഇവള് പിടിക്കപ്പെട്ടതിന് ശേഷം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവള് ദുബായിൽ വെച്ച് കണ്ടു, ദുബായിലാണ്, അവിടെയാണ്, ഇവിടെയാണ് ഒക്കെ കുറെ പേര് വോയിസുകൾ കണ്ടല്ലോ. അവരെല്ലാവരും ഇവളെ സംരക്ഷിക്കുകയായിരുന്നു, ഈ അപരാധി മോളെ സംരക്ഷിക്കുകയായിരുന്നു. ഈ സംരക്ഷിച്ച നീയൊക്കെ ഓരോന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ നിനക്കൊക്കെയും നിന്റെ ഒക്കെ വീട്ടിൽ അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതേപോലത്തെ ഒരു അനുഭവം വരുമ്പോഴും ഇതുപോലെ നീയൊക്കെ സംസാരിക്കണം, ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് വിട്ടുകൊടുക്കണം അപരാധി മക്കളെ. കണ്ട അപരാധി മക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പാവം നിരപരാധി നീയൊക്കെ തീർത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എനിക്ക് അത്രയും സങ്കടമുണ്ട്. ഇവള് ദുബായിലാണ്, മാംഗ്ലൂരിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഫേക്ക് ന്യൂസുകൾ, ഫേക്ക് വോയിസുകൾ വിട്ടു. അങ്ങനെ ഇതൊക്കെ കാണുന്ന പോലീസ് എന്ത് ചെയ്യും? അപ്പൊ അവൾ അങ്ങ് പോയി, ഇനി നമുക്ക് അങ്ങോട്ട് അന്വേഷണം പോവാം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നതിന്റെ ഗ്യാപ്പിൽ ഇവൾ വേറെ എങ്ങോട്ടെങ്കിലും മുങ്ങുമായിരുന്നു. അതാണ് സംഭവിക്കാൻ പോയിരുന്നത്. പക്ഷെ ഇവളെ തൂക്കി എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. വളരെയധികം സന്തോഷം. നമുക്ക് എന്തായാലും ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. ദീപക് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത ഷിംജിത പിടിയിലായെന്ന സൂചനകൾ വരുന്നു. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ബസ്സിലെ ലൈംഗികാതിക്രമം എന്ന രീതിയിൽ ആരോപണ വിധേയനായി അത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കോഴിക്കോട് യുവാവായ ദീപക് ആത്മഹത്യയത്. ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലടക്കം പ്രചരിപ്പിച്ച, ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത, ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഷിംജിതക്കെതിരെ ആത്മഹത്യ. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അല്ല, ഇവിടെ കോലാണ്ടി മോള്, ഇവിടെ ഇൻഫ്ലുവൻസർ. ഇവിടെ എവിടത്തെ ഇൻഫ്ലുവൻസർ? ഈ ന്യൂസുകാർക്ക് ഇൻഫ്ലുവൻസർ എന്ന വാക്കിന്റെ അർത്ഥം അറിയത്തില്ലേ? ഇൻഫ്ലുവൻസർ ആണ് പോലും. എന്താണ് ഇവൾ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഇവൾ ആരെ ഇതിനു മുമ്പ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന അപരാധി മോൾ, അങ്ങനെ പറ. അതാണ് അതിന്റെ ഇത്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഒരു അപരാധി മോൾ ഒരു പാവം നിരപരാധിയായ ഒരു വ്യക്തിയുടെ ജീവൻ എടുത്തു, ഇങ്ങനെയാണ് പറയേണ്ടത്. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഇവൾ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? പൂക്കാറി മോള്. കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഷിംജിതക്കാൽ അന്വേഷണം തുടരുകയാണ്. റിപ്പോർട്ട് നോട്ടീസ് പുറത്തിറക്കുന്ന ഈ ഘട്ടത്തിൽ ഇതാ ഷിംജിത പിടിയിലായ സൂചന, ഷിംജിതയെ പോലീസ് പിടികൂടി എന്ന സൂചന വരുന്നു. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പിടിയിലായതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഓക്കെ, വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും, അതായത് ഇവളുടെ സ്വന്തം നാട്ടിൽ സ്വന്തം ബന്ധുവിന്റെ വീട്ടിൽ നിന്നും ഇവളെ പിടികൂടിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അടിപൊളി, സ്പഷ്ട, സൂപ്പർ. എവിടെ? ദുബായ് വരെ പോയി അന്വേഷണം, ബഹ്റിൻ, പിന്നെ മാംഗ്ലൂർ, അങ്ങ് ഇങ്ങൊക്കെ പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വോയിസിലൂടെ ഇവളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ജനങ്ങളെ, നാട്ടുകാരെ, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും പോലീസുകാരെയും നിയമത്തിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പല വോയിസിലൂടെ. ഇവളെ ബഹ്റിനിൽ വെച്ചും മുംബൈയിലല്ല, ദുബായിൽ വെച്ചൊക്കെ കണ്ടെന്ന് പറഞ്ഞ് പല രീതിയിൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടു. ഇവളെ സംരക്ഷിക്കുകയായിരുന്നു ആ വോയിസുകൾ കൊടുത്ത ആൾക്കാരെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാടാ നാറികളെ ഇങ്ങനത്തെ പരിപാടി ചെയ്തത്? എന്തിനാടാ നാറികളെ? ഒരു പാവം പയ്യന്റെ ജീവനെടുത്ത് അവന്റെ കുടുംബത്തിനെ വഴിയാധാരമാക്കിയ കാവടി മോളെ സംരക്ഷിക്കാൻ നിനക്കൊക്കെ ഉളുപ്പില്ലടാ. ഏത് വടകരയിലെ ബന്ധുവാടാ അപരാധി മോനെ നീയൊക്കെ പിടിച്ച് വീട്ടിയിരുത്തിന്ന് സംരക്ഷിച്ചത്? ഇവളെ ഏത് അപരാധി മക്കള്? എന്ത് ബന്ധുവായാലും ഇതുപോലത്തെ ഒരു മറ്റേടുത്ത അവളേക്ക് എന്തിനാടാ സംരക്ഷിക്കുന്നത്? തന്തയില്ലാത്ത പരിപാടി കാണിച്ച, തന്തയ്ക്ക് മുന്നേ പറഞ്ഞ ഇവളേക്ക് എന്തിനാടാ നീയൊക്കെ സംരക്ഷിച്ചത്? എന്തിനാടാ? വളരെയധികം വിഷമം തോന്നി എനിക്ക് ഈ ന്യൂസ് കണ്ട സമയത്ത്. ഷിംജിതക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനായിരുന്നു കേസെടുത്തത്. ഇപ്പോൾ പോലീസ് റിക്കോർഡ് നോട്ടീസ് സർക്കുലർ ഇറക്കിയതിന് പിന്നാലെ തന്നെ ഷിംജിത മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ സെഷൻസ് കോടതി സമീപിച്ചത്. ഇതിൽ ലുക്കോട്ട് നോട്ടീസൊക്കെ ഇറങ്ങിയപ്പോ മുൻകൂർ ജാമ്യമായിട്ട് ഇറങ്ങിയിരുന്നല്ലടാ പുന്നാര മോളെ നീ. കാവടി മോളെ, കാവടിക്ക് ഉണ്ടായവളെ. കാവടി നല്ല പരിപാടി. അപരാധിക്ക് ഉണ്ടായവളെ. വാദം തുടരാനിരിക്കെ ഷിംജിതയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെ ഷിംജിത പിടിയിലായിരിക്കുന്ന സൂചന, പിടിയിലായിരിക്കുന്നുവെന്ന പ്രാഥമിക വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഒഫീഷ്യലായിട്ട് വീഡിയോയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇവളെ അറസ്റ്റ് ചെയ്തെന്നുള്ള. വരൂലേടേ? അതെന്തടേ? പെണ്ണുങ്ങൾ അറസ്റ്റ് ചെയ്തൊന്നും വരൂലേ?
പെണ്ണുങ്ങൾ അറസ്റ്റ് ചെയ്ത ആർക്കൊന്നും ഇല്ലേ? അതുപോലെ ദീപകിന്റെ വീട്ടിൽ പെറ്റടിച്ച് കിടന്ന് മീഡിയക്കാർ അവിടെ നിന്നും കൊണ്ട് ബൈറ്റുകൾ എടുക്കണമല്ലോ. എന്തുകൊണ്ട് വടകരയിൽ അല്ലെങ്കിൽ ഷിംജിതയുടെ നാട്ടിലും വീട്ടിലും ഒക്കെ പോയിട്ട് അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഇന്റർവ്യൂകളും അവരുടെയൊക്കെ ഒപ്പീനിയൻസും ഇവളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒന്നും എടുക്കാത്ത എന്തടാ? അവള് പഴയ മെമ്പർ ആയിരുന്നോണ്ടാ? എനിക്കറിയത്തില്ല നിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മളെ പോലുള്ള സീരിയത്തിൽ പറയാം, മുൻപും പിൻപും തിരിഞ്ഞു നോക്കാത്ത നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച് അല്ലെങ്കിൽ വളഞ്ഞിട്ട് അടിച്ച് നൂത്ത് കിടത്തിയതിനെ തുടർന്നിട്ടാണ് ഇത് മെയിൻ സ്ട്രീം മീഡിയ അടക്കം ചർച്ച ചെയ്ത് ഇതൊരു വിഷയമായത്. എന്നിട്ടും ഈ പുന്നാര മോളെ നാട്ടിൽ പോയിട്ട് അവളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ ഒന്നിനും മീഡിയക്കാർക്ക് ഒരു മിടുക്കില്ല. അവർക്കതൊന്നും വയ്യ. പിന്നെ റിപ്പോർട്ടർ ചാനൽ എങ്ങാണ്ട് ബസ്സിൽ പോയിട്ട് ബസ് ജീവനക്കാരന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ബാക്കി എല്ലാവരും എന്താ സംരക്ഷിക്കുന്നു. ഫോട്ടോ കാണിച്ചു തന്നെ വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അയ്യോ കേസെടുത്തോണ്ട് ഫോട്ടോ കാണിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. എന്നാലും ഭയങ്കര മടി ന്യൂസൊക്കെ ഒന്ന് പറയാനായിട്ട്. ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫ ഒരു വീഡിയോ ചിത്രീകരിച്ചത്. അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിന്റെ മാനഹാനി ഭയന്നുകൊണ്ട് അതുപോലെ മനം നൊന്തുകൊണ്ടായിരുന്നു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് എന്ന 42-കാരൻ ആത്മഹത്യ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ തുടരുകയാണ്. ഈ വിഷയം പോലീസ് വടകരയിൽ വെച്ച് പിടിച്ചെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം രഹസ്യമായിട്ട് പോലീസുകാർ നീക്കുകയാണ്. വേറെ ഒന്നുമില്ല, നാട്ടുകാരും ജനങ്ങളും അറിഞ്ഞാലേ ചിലപ്പോ അവരങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും ഇവളെ അങ്ങ് തീർക്കും, ജനങ്ങളങ്ങ് തീർക്കും ചിലപ്പോ. കാരണം അത്രയ്ക്ക് കലിപ്പാണ്. കൊണ്ടിടുന്ന സ്റ്റേഷൻ ഒന്ന് ശ്രദ്ധിച്ചോ, ചിലപ്പം നാട്ടുകാർ കയറി സ്റ്റേഷനിൽ കയറി ഇവളെ അങ്ങ് തീർക്കും. അമ്മാതിരി വെറുപ്പാണ് ഇവൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്. അത്രയും വെറുപ്പ്, സാധാരണ ജനങ്ങളുടെ വെറുപ്പാണ് അവൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും രഹസ്യമായിട്ട് ഒരു നീക്കങ്ങളും പുറത്തു വിടാണ്ട് ഇവളെ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അറസ്റ്റ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്നെന്ന് പോലും ചിലപ്പോൾ ഇവർ പുറത്തു പറയത്തില്ല. എന്നാലേ നാട്ടുകാരെ അറിയാൻ പൂശും. സത്യം പറഞ്ഞാൽ ഇവളെയൊക്കെ അങ്ങ് തീർക്കണം കേട്ടോ. ഇവളൊക്കെ തീരാനുള്ളതാണ്. ഇവള് ജീവിച്ചിരിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത ഒരു വൃത്തികെട്ട അപരാധി മോളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു സ്ത്രീയെ ഇത്രയും ആക്ഷേപിക്കുന്നു അല്ലേ? അങ്ങനെ ആയിരിക്കും കുറെ പേര് ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. ജെനുവിനായിട്ടുള്ള സ്ത്രീകളെ, ഭാവ സ്ത്രീകളെ എന്നും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ഇതുപോലത്തെ അപരാധം കാണിക്കുന്ന അപരാധി മക്കളെ അപരാധികളെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കും. അതിൽ വേറെ ഒരു മാറ്റമില്ല. അപരാധിത്തനം ഏത് പുണ്ടാമോള് കാണിച്ചു കഴിഞ്ഞാലും അവളെ വലിച്ചു കയറി ഒട്ടിക്കും. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ. ആണുങ്ങളാണെങ്കിൽ അപരാധി മോനെ എന്നും വിളിക്കും, പെണ്ണുങ്ങളാണെങ്കിൽ അപരാധി മോളെ എന്നും വിളിക്കും. അതിലൊരു മാറ്റവും ഇല്ല. അപരാധി മക്കളെ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തത്. ആ കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. അവരുടെ മൊഴി രേഖപ്പെടുത്തിയത് വടകരയിലെ ചോറോടുള്ള വീട്ടിൽ വെച്ചുകൊണ്ടാണ്. ആ ഭാഗത്തുൾപ്പെടെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരുന്നത്. അവർ അവിടെ മറ്റൊരു ബന്ധു വീട്ടിലായിക്കൊണ്ട് അവർ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അവിടെ വെച്ചുകൊണ്ട്, ആ ബന്ധു വീട്ടിൽ വെച്ചുകൊണ്ട് ഇവരെ പിടികൂടി എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. പിടികൂടിയിരിക്കുകയാണോ എന്നാണ് പ്രാഥമികമായി വരുന്ന റിപ്പോർട്ട്. എന്തായാലും നല്ല റിപ്പോർട്ടാണ്. വരട്ടെ, റിപ്പോർട്ടുകളെല്ലാം വരട്ടെ. ഈ പുന്നാര മോളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ജനങ്ങൾക്ക് കാണണം. ഇവിടെ തൂക്കിലേറ്റിയാൽ അന്ന് ഇവിടുത്തെ നിയമത്തിനും പോലീസിനും ഒരു ബിഗ് സല്യൂട്ട് ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരായ ജനങ്ങൾ തരും. സത്യം. ഇവിടെ അറസ്റ്റ് ചെയ്തത് തന്നെ പോലീസുകാർക്കൊന്നും വലിയ താല്പര്യമില്ല. ദീപകിന്റെ കുടുംബക്കാരെ കേസുമായിട്ട് പോയപ്പോൾ അതങ്ങേരെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസുകാർ വിട്ടതെന്ന് ആ കുടുംബക്കാർ പറയുന്നുണ്ട്, കൂട്ടുകാരൊക്കെ. അതാണ് അവസ്ഥ കേട്ടാ. പിന്നെ ഇത്രയും ചർച്ചാ വിഷയമാക്കിയത് കൊണ്ട് കേസെടുത്തു. ഇതെല്ലാം അറസ്റ്റ് ചെയ്തിട്ട് ഇവളെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഇവള് എരിഞ്ഞെരിഞ്ഞങ്ങ് തീരണം. അതേ നടക്കത്തുള്ളൂ. ഇവള് തീരണം. ഇവളെ ഒരു മനുഷ്യനെയും സപ്പോർട്ട് ചെയ്യില്ല. ഒരു മനുഷ്യൻ ഇവളെ സഹായിക്കുന്ന എല്ലാ അപരാധി മക്കളെയും പിടിച്ചകത്തിടണം. അതാണ് ചെയ്യേണ്ടത്. ഇവൾ ആരും സഹായിക്കാതെ ഒറ്റപ്പെട്ട് ഈ സമൂഹത്തിൽ വെറുക്കപ്പെട്ട് ഇവൾ ഇഞ്ചിഞ്ചായിട്ട് എഴഞ്ഞെഴഞ്ഞ് തീരണം. അപരാധി മോള്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും അതുപോലെ വടകര പോലീസും ചേർന്ന് പിടികൂടി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുവരും എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതുമായി കത്തിക്കണം. അതാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ പ്രതികരിക്കണം. ഇത് ജനങ്ങളുടെ സമയമാണ്. നമ്മളാണ് പ്രതികരിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവളെ അടിച്ച് തീർത്തിട്ട് നമ്മൾ പ്രതികരണം അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രതികരിക്കണം. ഇനി ഇതുപോലത്തെ ഒരു ഷിംജിതകളും ഒരു അബ്സാക്കെ റജികളും ഈ സമൂഹത്തിൽ ഉണ്ടാവല്ലേ. ഇതൊന്ന് കെട്ടടങ്ങിക്കോട്ട് അടുത്ത് മറ്റവക്കുള്ള ഇൻഡാസ് നമുക്ക് സംസാരിക്കാം. ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ. ഇവളുടെ ചീട്ട് വലിച്ച് കീറിയിട്ട് അടുത്തുള്ള അപരാധികളെ പിടിച്ചിട്ട് സംസാരിക്കാം. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് നൽകുന്നില്ല. അതേസമയം ഇവർ എവിടെയുണ്ട് എന്ന തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ചോദിച്ചപ്പോൾ അവർ
രാജ്യം വിട്ടിട്ടില്ല, അതിനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ അവർ നൽകുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ അവർ എവിടെയെന്ന് സംബന്ധിച്ച് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഈ കേസിലെ നിർണായകമായിട്ടുള്ള കാര്യം ഈ പ്രതിയുടെ മൊബൈൽ ഫോണും അതുപോലെ അതിൽ ചിത്രീകരിച്ചിട്ടുള്ള ദൃശ്യങ്ങളുമാണ്. ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതോടുകൂടിയാണ് അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ആ കുടുംബം ആശങ്ക പങ്കുവച്ചിരുന്നു. ഇപ്പോൾ കേസെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടും അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അതേ തുടർന്ന് ആ സമയത്തിനകം തന്നെ ആ ഫോൺ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവള് നശിപ്പിക്കും. കാരണം ആ ഫോണും തെളിവും കിട്ടിക്കഴിഞ്ഞാൽ ഇവള് കാണിച്ച ഫുൾ ഉടായ്പ അതില് തീരും, മൊത്തം തെളിയും. എന്നാൽ ഇവളപ്പുറത്ത് നിന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അങ്ങേർക്ക് ഇവളെ സാമാനം വെച്ച് കൊടുക്കുന്ന വ്യക്തമായിട്ട് നമുക്ക് കാണാം. അത് അടക്കം എക്സ്പോസ് ആവും. ഇവളെ ഇടപാട് അതോടെ തീരും. എടി പുന്നാരമോളെ, നീ റീച്ചിന് വേണ്ടിയിട്ട് 2 മതിലൂടി ചാടി ഓട്. പോലീസ് വരുമ്പം മതിലൊക്കെ ചാടി ഓടി, കണ്ടം വഴിയൊക്കെ ഓടി, റോട്ടി കയറിയിട്ട് ഓടി, 2 ചേസിങ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കടി റീച്ച്. നീ അങ്ങ് പാൻ ഇന്ത്യനും ഇന്റർനാഷണലും ഒക്കെ ആയിടി. നീ സെറ്റ് ആയില്ലേ? ഇനി എന്ത് വേണം? നീ ആഗ്രഹിച്ചത് കിട്ടിയില്ല എനിക്ക് റീച്ച്. കാവടി മോളെ, തന്തയില്ലാത്തവളെ. അവർ ചിത്രീകരിച്ച അതിന്റെ ഫുൾ വേർഷനുള്ള ആ വീഡിയോ ഉൾപ്പെടെ നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ആ കുടുംബത്തിന്റെ ഭാഗത്ത് വന്നിരുന്നു. ദീപകിന്റെ കുടുംബത്തിൽ നിന്ന് വന്നിരുന്നു. ദീപകിന്റെ പ്രായമായ മാതാപിതാക്കളാണുള്ളത്. ഏക മകനായി ഏത് അലവാപ്പിണ്ടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. അതിനുള്ള പണി അറിയാന്നുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ കൊണ്ടങ്ങ് ചെയ്യിപ്പിക്കുക കേട്ടോ. ഇനിയിപ്പം റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നൊന്നും പറയണ്ട. ഡിവൈസ് നശിപ്പിച്ചു കഴിഞ്ഞാൽ പണിയാണ്. ഡിവൈസ് നശിപ്പിക്കാൻ സമ്മതിക്കരുത്. ഇവിടെ തൂക്കുക. ഡിവൈസ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് നേരെ തൂക്ക് കയറ് കൊടുക്കുക. അതിൽ കുറഞ്ഞൊന്നും വേണ്ട, തൂക്ക് കയറി. അതാണ് അവൾക്ക് ഉള്ള ഏറ്റവും വലിയ ചെറിയ ശിക്ഷ. അതിൻ്റെ ഇടയ്ക്ക് 1 മാസം പട്ടിണി കിടണം. അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് തീരാണെങ്കിൽ അങ്ങനെ തീരണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ജീവനുണ്ടെങ്കിൽ പിടിച്ച് തൂക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇവളെ വെറുതെ വിടല്ലേ. ഇവള് വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനി ഒരുപാട് അപരാധി ശിംജിതകൾ ഈ നാട്ടിൽ വീണ്ടും ഉടലെടുക്കും. അതിന് സമ്മതിക്കരുത്. യോഗവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. അതിന് പിറകെ ആ യുവതി അവരുടെ അക്കൗണ്ടുകളൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നീട് അവർ ഒളിവിൽ പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇവരെ കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പുരോഗമിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇവർ പിടിയിലായതായുള്ള വിവരങ്ങൾ കൂടി വടകരയിൽ നിന്ന് വരുന്നത്. അങ്ങനെ പിടിയിലായെന്നാണ് വരുന്നത്. അതുപോലെ ബന്ധു വീട്ടിൽ നിന്നുമാണ് പിടിയിലായത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവള് ദുബായിലാണ്, അവിടെയാണെന്നൊക്കെ പറഞ്ഞ് അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കാനും വഴിതെറ്റിക്കാനും ജനങ്ങളുടെ ആ ഒരു അന്വേഷണ രീതി അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ നാട്ടിലില്ല എന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രചാരണം വോയിസിലൂടെ നടത്തിയെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കൺഫേമാണ്. കാരണം വടകരയിൽ തന്നെ ബന്ധുവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്നാൽ ഇവളെ ദുബായിൽ വെച്ച് കണ്ടുവെന്നും അവിടെ വെച്ച് കണ്ടുവെന്നും ബാംഗ്ലൂരിലോട്ട് പോയെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. എല്ലാം ഫേക്കാ. എല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അന്വേഷണത്തിൻ്റെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാണിച്ചത്. പക്ഷേ ബുദ്ധിമാന്മാരായ പോലീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യവും വാസ്തവമാണ്. പിന്നെ ആദ്യമൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടായിരുന്നു പോലീസുകാർ. എന്തായാലും ഇവളെ തൂക്കിയില്ല. അതിന് വലിയ സന്തോഷം. ഏറ്റവും സന്തോഷം തരുന്ന വാർത്ത, ഇവൾക്ക് കടുത്ത ശിക്ഷ നൽകണം. കുറച്ചു കാലത്തേക്ക് മുൻകൂർ ജാമ്യം കൊടുക്കരുത്. ഒളിവിൽ വെച്ച അവരെയും കേസെടുക്കണം. അതാണ് ഇവളെ ഒളിവിൽ വെച്ച ആൾക്കാരെയും കേസെടുക്കണം. കാരണം ഇമാതിരി ഒരു അപരാധി മോളെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ അതേ അപരാധ മൈൻഡുള്ള ആൾക്കാരായിരിക്കുമല്ലോ, ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും ആരായാലും. അതുകൊണ്ട് അത്ര എനിക്ക് പറയാനുള്ളത്. ഇപ്പം എൻ്റെ കുടുംബം ആരെങ്കിലും ആയിരുന്നു ശിംജിതയെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. ആ ഒരു മൈൻഡാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവളെ സംരക്ഷിച്ച ബന്ധുക്കൾ അതേ മൈൻഡുള്ളവർ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മരണകാലം വരെ ജയിലിൽ കിടക്കട്ടെ. പുറത്തിറങ്ങിയാൽ വീണ്ടും ആൺകുട്ടികൾക്ക് തലവേദന തന്നെയാണ്. ഇന്ന് കേട്ട ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത. സൂചന കേട്ട് പഠിച്ചില്ലെങ്കിൽ അപ്പോൾ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്യേണ്ട പ്രതികളെ ഒളിപ്പിച്ചു വെച്ചതിന് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പോലീസ് ഒത്താശയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒരുപാട് കമന്റ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും അവൾക്കെതിരെ നടപടി എടുക്കണം. നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 നടപടിയായിരിക്കണം. ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. ഇനി ഒരു ശിംജിത ഈ ഭൂമിയിൽ ഉടലെടുക്കാൻ പാടില്ല. ഒരു ദീപക്കിനും ഇതേ അവസ്ഥ ഉണ്ടാവില്ല. ഇനി ഒരു ദീപക്കും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആ കുടുംബത്തിനെ നശിപ്പിച്ച ഈ അപരാധി മോളെ ആ രീതിയിൽ തന്നെ ശിക്ഷിച്ച് അങ്ങ് തീർക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതൊരു സൂചന മാത്രമെന്നാണ് 24 പറയുന്നത്. ഇനിയിപ്പം എന്തായാലും പുറകെ നിന്ന് വരും. ഇവൾ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം രഹസ്യമായിരിക്കും എല്ലാം. കാരണം നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം തല്ലിക്കൊല്ലും. അതുകൊണ്ടായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.